പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല പഴുത്ത തക്കാളിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മളിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ വലിയ ഷേപ്പിലൊന്നും കട്ട് ചെയ്യേണ്ട, കാരണം നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് അടുത്തൊരു ബെൽ ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാനായിട്ടും മറക്കരുത്. ഇപ്പം തക്കാളിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ടൊരു 5 വെളുത്തുള്ളിയും പിന്നെ ഒരു സവോളയുടെ ഒരു 1/4 ഭാഗം ഒരു കറിയാമ്പും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ പല ഫ്ലേവറിലുള്ള ടൊമാറ്റോ സോസുകൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൊമാറ്റോ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോൾ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ കറക്റ്റ് വെള്ളം നമുക്കതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു 3-4 വിസിൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാനിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് ആ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടെ ഇത് ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം. കാരണം ഇതിൽ കുരുവും അതുപോലെ തന്നെ തക്കാളിയുടെ തൊലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഈ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ അരിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പ് എടുത്തോളൂ കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് എല്ലാം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കണ്ടോ, ആ ഒരു കുരുവും പിന്നെ തക്കാളിയുടെ തൊലിയൊക്കെയാണ്. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം തക്കാളിയുടെ പ്യൂരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി പ്യൂരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ സോസിന് നല്ലൊരു കളറായിരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ ടീസ്പൂണ് വൈറ്റ് വിനേഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 നുള്ള് കറുകപ്പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുള്ള വിനാഗിരിയൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുളി കൂടുതൽ വേണമെങ്കിൽ വിനാഗിരി കൂടുതൽ ചേർക്കാം. അതെല്ലാം മധുരമാണ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കുറുക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്താണ് കുറവെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ ഇത് കഴിക്കുന്നത്, അപ്പോൾ അവർക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വറ്റി വരും, പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒന്നും കറക്റ്റായി വരില്ല. അപ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെറു തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് കുറച്ച് പുളി കുറവ് തോന്നി. അപ്പോൾ ഞാൻ അതിലോട്ട് 1 ടീസ്പൂണോളം വൈറ്റ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോസൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാരയും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ സോസ് കറക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ കുറച്ച് സോസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ വെള്ളം പോലെ താഴോട്ട് ഒഴുകി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുതായിട്ട് എടുക്കണം. ഇതിപ്പോൾ ഇതാ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മൾ ഒഴിച്ചു കൊടുത്ത് തന്നെ അത് ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സ്പാച്ചുലയിൽ കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3-4 ആഴ്ച സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.